കുട്ടിക്ക് പറയേണ്ട വാക്ക് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാം, പക്ഷേ പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാവാം? അത് ആ വാക്ക് അറിയത്തില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ മടിയായതുകൊണ്ടല്ല. സംസാരത്തിന് ആവശ്യമായ മൂവ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം. ഇതിനെയാണ് ചൈൽഡ്ഹുഡ് അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. സംസാരം അല്ലെങ്കിൽ സ്പീച്ച് എന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണെന്ന് കരുതുക. ഇവിടെ ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് ബ്രെയിൻ ആണ്. പെർഫോം ചെയ്യുന്നതോ മൗത്ത് അല്ലെങ്കിൽ വായ. സാധാരണയായിട്ട് ഒരു വാക്ക് പറയണം തോന്നുമ്പം ഒരു കൊറിയോഗ്രാഫറിനെ പോലെ തന്നെ ബ്രെയിൻ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കും. ടങ് എങ്ങോട്ട് മൂവ് ചെയ്യണം, ജോ എങ്ങനെ മൂവ് ചെയ്യണം, ലിപ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ. എന്നിട്ട് ഈ പ്ലാൻ നേരെ പെർഫോമറായ മൗത്തിലോട്ട് അയക്കും. അപ്രാക്സിയ ഉള്ളവരുടെ കേസിലാണെങ്കിൽ ബ്രെയിൻ ഈ പ്ലാൻ അയക്കുമ്പോൾ ഈ പ്ലാനുകൾ തമ്മിൽ മിക്സ്ഡ് ആവുകയോ അല്ലെങ്കിൽ തെറ്റായ ഓർഡറിൽ മൗത്തിലോട്ട് വരികയോ അല്ലെങ്കിൽ ചില പ്ലാനുകൾ നഷ്ടപ്പെടുകയോ ചെയ്തേക്കാം. ഇങ്ങനെയാണെങ്കിൽ മൗത്തിന് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെയാണ് ഇറേഴ്സ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കുട്ടിക്ക് ബനാന എന്ന വേർഡ് പറയണം. അപ്പം കുട്ടിയുടെ ബ്രെയിനിന് അറിയാം ആ വേർഡ് ബനാന, പക്ഷേ അതിനുള്ള പ്ലാന് ബ്രെയിന് മൗത്തിലേക്ക് അയക്കുമ്പോൾ ആ കുട്ടി അപ്രാക്സിക്കാണെങ്കിൽ അവർ പറയുക ചിലപ്പോൾ നാനാന്നോ ബാബാന്നോ അല്ലെങ്കിൽ വേർഡ് വരാതെയും ഇരിക്കാം. എന്നാൽ ചിലപ്പോൾ കുട്ടി കറക്റ്റായിട്ട് ബനാന എന്ന് പറഞ്ഞെന്നും വരാം. ഇതാണ് ഇൻകൺസിസ്റ്റൻസി. ഇത് അപ്രാക്സിയയിൽ കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. ഇനി അപ്രാക്സിയുടെ മറ്റു ലക്ഷണങ്ങൾ നോക്കിയാലോ. 3 വയസ്സിന് താഴെയുള്ള അപ്രാക്സി കുട്ടികൾ കാണുന്ന ലക്ഷണങ്ങളാണ്. മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന സൗണ്ട്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അവർ മെല്ലെ ആയിരിക്കും സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ അവർ ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ പറയുന്ന വാക്കുകൾ ചില സമയത്ത് കറക്റ്റായിട്ട് പറയാം, എന്നാൽ ചില സമയത്ത് അതേ വാക്ക് തന്നെ തെറ്റിച്ച് പറയാം. പിന്നെ കൂടുതലായിട്ടും അവർ ഒരേ സൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്തെന്നും വരാം. ഇനിയിപ്പോൾ പ്രീ സ്കൂളേഴ്സിൻ്റെ കേസിലാണെങ്കിൽ കുട്ടിയുടെ സംസാരം കുട്ടീനെ അടുത്ത് പരിചയമുള്ളവർക്ക് പോലും മനസ്സിലാകാൻ പറ്റാതെ വരിക, ലോങ് ഫ്രേസസോ സെൻറ്റൻസസോ ഒന്നും പറയാതെ സിമ്പിൾ വേർഡ്സിൽ അവരുടെ സംസാരം ഒതുക്കുക, വാക്കുകൾ നിന്നു പോവുക, ഒരു ശബ്ദത്തിൽ നിന്ന് അടുത്ത ശബ്ദത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരിക, പിന്നെ നാവും ചുണ്ടും ഒക്കെ കറക്റ്റ് എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിയാതെ അവരിങ്ങനെ സെർച്ച് ചെയ്യുക, ലൈക്ക് ദേ ആർ സെർച്ചിങ് ഫോർ ദ റൈറ്റ് പൊസിഷൻ. കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുക, കുട്ടി വാക്കുകളെ കഴിഞ്ഞും കൂടുതൽ ആക്ഷൻസ് കാണിക്കുക, തെറ്റിയ വാക്കുകൾ വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടും വാക്കുകൾ പഠിക്കാൻ പറ്റാതെ വരിക. ഇവയൊക്കെയാണ് മെയിനായിട്ടും അപ്രാക്സിയ ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ 1-2 ലക്ഷണങ്ങൾ ഒന്നിച്ച് കണ്ടാൽ കുഞ്ഞിന് അപ്രാക്സിയ ആണെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷെ ചില ലക്ഷണങ്ങൾ ഒന്നിച്ച് കണ്ടാൽ, പ്രത്യേകിച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീച്ച്, അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ്.